കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകും. ബിന്ദുവിൻ്റെ മകന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലിയും കൊടുക്കും. 12.5 ലക്ഷം രൂപ ചെലവിൽ വീട് നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. കോട്ടയം കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ബിന്ദുവിൻ്റെ കുടുംബത്തിന് സഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ബിന്ദുവിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ആശ്വാസധനം നൽകാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. ആശ്വാസധനം വൈകാതെ തന്നെ കൈമാറും. ബിന്ദുവിൻ്റെ മകന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി നൽകാനും തീരുമാനിച്ചു. കുടുംബത്തിന് വീട് നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി VN വാസവൻ അറിയിച്ചു. 12.5 ലക്ഷം രൂപയാണ് വീടിനായി ചെലവിടുക. സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ വീട് പണി പൂർത്തീകരിച്ചു കൊടുക്കുന്നതിനാവശ്യമായ സഹായം പ്രഖ്യാപിച്ചിരുന്നു. അതിന് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 12.5 ലക്ഷത്തോളം രൂപ വരും. ആ പണം സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. മകളുടെ ചികിത്സയ്ക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നതെന്ന് ബിന്ദുവിൻ്റെ കുടുംബം പ്രതികരിച്ചു. സർക്കാരിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മുറപോലെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമ്മളത് ആലോചിക്കേണ്ട. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്, തരാം, അവർ തരും. എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഇവിടുത്തെ കൊച്ചിൻ്റെ കാര്യത്തിന് എല്ലാം നടന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് പാലിച്ചാണ് ഇപ്പോൾ മന്ത്രിസഭ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം.